കഴിഞ്ഞ വർഷം UPSC കഴിഞ്ഞ വർഷം 10,000 പോസ്റ്റിംഗിൽ 10,000 റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. 10,000 ആളുകൾ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 3691 പേർക്കാണ് നിയമനം ലഭിച്ചത്. ഈ തൊട്ടു മുമ്പ് അപ്പോഴും ഇത് തന്നെ 3600 ആ ഒരു കണക്കിലാണ് പോകുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ കേരളം അങ്ങോളം ഇങ്ങോളമായി 9,864 പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്. മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെടെ. ഇതിൽ എത്ര പേർക്ക് എത്ര ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാനായിട്ട് സാധിക്കും? മാത്രമല്ല യൂണിഫോം പോസ്റ്റ് അല്ലാതെ മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് എത്രയാണ് അവരുടെ പ്രകടന പത്രികയിൽ ഉള്ളതാണ്. തൊഴിലില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്തുവോ? ആ ശബ്ദം ഉയർത്തിയോണ്ടാണല്ലോ അതിൽ യാതൊരുവിധ മറുപടി പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, ഞങ്ങൾ കൃത്യമായി ശബ്ദം ഉയർത്തിയതുകൊണ്ടാണ് ജനം ഞങ്ങൾക്ക് 102 സീറ്റ് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. ആ മാൻഡേറ്റിന് മുമ്പ് ഞങ്ങൾ എന്താണോ വോട്ട് ചോദിക്കാൻ പോയപ്പോ PSC സമരവേദിയിൽ, ആശാ സമരവേദിയിൽ വീട് കയറി ആൾക്കാരോട് പറഞ്ഞത് അതെല്ലാം കൃത്യമായി പാലിക്കുമെന്ന് ഒരു സംശയം വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് PSCക്ക് വെളിയിലും തൊഴിൽ നമുക്ക് സൃഷ്ടിക്കണം. PSCക്ക് വെളിയിൽ, അതായത് ഗവൺമെന്റ് സെക്ടറിന് വെളിയിൽ ജോലി സൃഷ്ടിക്കാൻ സാധിക്കുന്ന നൂതനമായ ആശയങ്ങൾ ഉണ്ടാവണം. അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഐഡിയ ഞങ്ങൾക്കുണ്ട്. അത് നടപ്പിൽ വരുത്തുമെന്നതിൽ യാതൊരു റാങ്ക് ലിസ്റ്റ് ഏതായാലും SFIക്കാരുണ്ടാവില്ല, അത് ഉറപ്പല്ല. പ്രതിനിധിച്ചു പറഞ്ഞു 25 ലക്ഷം ഉറുപ്പിക ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്നാണ് UDFന്റെ വാഗ്ദാനം. എനിക്ക് ചോദിക്കാനുള്ളത്, സ്വാഭാവികമായും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ പ്രദേശങ്ങളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും സർക്കാർ ജില്ലാ ആശുപത്രികളും ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഈ 25 ലക്ഷം ഉറുപ്പിക ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരികയും കേരളത്തിലെ മുഴുവൻ ആളുകളെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നതോടുകൂടി സ്വകാര്യ സ്ഥാപനങ്ങളുമായി അവർക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യം വരികയാണ്. കാരണം സൗജന്യമായി അവിടുന്ന് സേവനം കിട്ടുകയാണ്. പിന്നീട് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ആവശ്യമുണ്ടാകുമോ, താലൂക്ക് ആശുപത്രികളുടെ ആവശ്യമുണ്ടാകുമോ, ഇത്തരം ഗവൺമെന്റ് ആശുപത്രികളുടെ ആവശ്യമുണ്ടാകുമോ? ഈ ആവശ്യമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും അത് പൂട്ടിപ്പോവുകയും പിന്നീട് സാഹചര്യം വരുമോ? നിങ്ങൾ ഒരു ഇമാജിനറി ആയിട്ടുള്ള കാര്യം പറയുന്നു. എന്തുകൊണ്ട് വരില്ല? കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നും അമേരിക്ക പോയി ചികിത്സ നടത്തേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ സാഹചര്യം പോലെ അതും ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ട് വരില്ല എന്ന് വിചാരിക്കാം. എന്തുകൊണ്ട് വരില്ല? മുഖ്യമന്ത്രി സ്വകാര്യ സ്ഥാപനത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം അമേരിക്കൻ ബേസ്ഡ് ആയ KKR ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ താല്പര്യാനുസരണം ചെയ്തു കഴിഞ്ഞു. അവരുടെ താല്പര്യാനുസാരമാണ് ഈ ആരോഗ്യ ഇൻഷുറൻസും അവിടത്തേക്കുള്ള ആളുകളുടെ പ്രമോഷനും. ഈ ഒരു സാഹചര്യം വരികയാണ്. എന്താ പറയാനുള്ള UDFന്റെ ആളുകൾക്ക്? LDF ഭരിച്ചപ്പോ ഇതിനെ തടയാൻ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.